ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും മൂലമുണ്ടായത് വൻ നാശനഷ്ടമാണ്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. 5 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. എങ്കിലും നിരവധി പേരുടെ മരണങ്ങൾ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത്. 100 കണക്കിന് പേരെയാണ് കണ്ടെത്താൻ ഉള്ളത്. സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരച്ചിൽ അവിടെ സജീവമായി തന്നെ നടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനം TV സംഘം അടക്കമുള്ളവർ ഈ ദുരന്ത ഭൂമിയിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ മണ്ണിടിച്ചിലിൽ ജനം TV സംഘം അടക്കം കുടുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഏഷ്യനെറ്റ് ന്യൂസ് സംഘത്തിൻ്റെ വാഹനമാണ്. നന്ദഗോപനുണ്ട് സ്ഥലത്ത്. നന്ദൻ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കനത്ത മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. നന്ദൻ, എന്താണ് നിലവിലെ അവിടുത്തെ സ്ഥിതി? രാഖി, അതുതന്നെയാണ്. അതായത് അന്തരീക്ഷമാകെ മേഘാവൃതമാണ്. അതിശക്തമായ മഴയാണ് ഈ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഈ റോഡ് സൈഡിൽ ഒരു ആംബുലൻസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംബുലൻസ് രക്ഷാപ്രവർത്തനത്തിന് ഈ മേഖലയിലേക്ക് പോകേണ്ട ആംബുലൻസ് ആണ്. ഈ മുമ്പിൽ മണ്ണിടിച്ചിൽ കാരണം ഈ വാഹനത്തിന് അങ്ങോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതേപോലെ തന്നെ സമാനമായ രീതിയിൽ പല മേഖലകളിലും ആംബുലൻസുകൾ ഇതേപോലെ തന്നെ ഈ മണ്ണിടിച്ചിൽ മൂലം ഈ രക്ഷാപ്രവർത്തനത്തിന് പോകാൻ കഴിയാത്ത രീതിയിൽ ആംബുലൻസുകൾ അടക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ NDRFിൻ്റെ ടീമുകൾ, NDRFിൻ്റെ കമ്പനി കമാൻഡർ അടക്കം ഈ മേഖലയിലേക്ക് വന്നിരുന്നു. അവർക്കും ഇവിടം താണ്ടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അവർ 4 വീൽ വെഹിക്കിളിലൊക്കെയാണ് വന്നത്. ഈ മലയിലും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളിലാണ് അവർ വന്നതെങ്കിലും ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഇത്ര രൂക്ഷമായ ഒരു സ്ഥിതി താണ്ടി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നേരത്തെ വാഹനം പുതഞ്ഞിരുന്നു. ആ വാഹനം മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ വലിച്ച് പുറത്തെടുത്തിരിക്കുകയാണ്. ഈ ഇന്നോവ ക്രിസ്റ്റ വാഹനമാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇവിടെ ഈ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം ഈ മണ്ണിടിച്ചിലിൽ പെട്ടുപോയത്. ഇപ്പോൾ ആ വാഹനം ഇപ്പോൾ അതിൽ നിന്നും പുറത്തെടുത്തിരിക്കുകയാണ്. എന്നാൽ ആ വാഹനം ഇപ്പോൾ ഏതാണ്ട് ഇത് ഇനിയിപ്പോൾ അതിന് മെക്കാനിക്കൽ പണികളും മറ്റും കഴിഞ്ഞ ശേഷം മാത്രമേ അത് ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് പ്രധാനമായും. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ പാതകളിൽ, അതായത് പ്രധാന പാതകളിലടക്കം വലിയ രീതിയിലുള്ള ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. വലിയ മരത്തടികൾ. ഇപ്പോഴുള്ള സ്ഥലം എവിടെയാണ്? ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്ര ദൂരമുണ്ട് ഇനി അവിടെ നിന്ന്? ഈ നമ്മുടെ സംഘം, ജനം TV സംഘം എത്ര സമയമായപ്പോഴാണ് ഈ പ്രദേശത്തെത്തിയത്? രാഖി, ഏതാണ്ട് 12 മണിക്ക്, അർദ്ധരാത്രി 12 മണിക്ക് ഈ മേഖലയിൽ എത്തിയതാണ് നമ്മൾ. ഇവിടെ നിന്ന് നമുക്ക് പിന്നോട്ടോ മുന്നോട്ടോ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മുന്നിൽ ഇതേപോലെ തന്നെ മണ്ണിടിച്ചിട്ടുണ്ട്. ഇനി പിന്നോട്ട് പോകാം എന്ന് കരുതിയാൽ പിന്നിലും മണ്ണിടിഞ്ഞ ഒരവസ്ഥയാണ്. പിന്നോട്ടും മുന്നോട്ടും പോകാൻ കഴിയാത്ത ഒരു അത്തരമൊരു ദുർഘടത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ഈ ദുരന്ത ഭൂമിയിലേക്ക്. എന്നാൽ അവിടേക്ക് എത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. ഏതാണ്ട് 7 കിലോമീറ്ററിനിപ്പുറം മാത്രമേ അവിടെ വെച്ച് വാഹന ഗതാഗതം പൂർണ്ണമായും നിൽക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ഉള്ള റോഡിൽ മുഴുവൻ ഇത്തരത്തിൽ വലിയ രീതിയിൽ ചെളിയും അതേപോലെ തന്നെ വലിയ മരക്കഷ്ണങ്ങളും അതേപോലെ തന്നെ കെട്ടിടങ്ങളുടെയൊക്കെ വലിയ അവശിഷ്ടങ്ങളുമൊക്കെ തന്നെ അവിടെ വന്ന് പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ റോഡിലൂടെ നടന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ നടന്ന് വേണം ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ. നിലവിലിപ്പോൾ NDRFും ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ ദുരന്തമുണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മുൻകരുതലുകൾ സ്വീകരിക്കണം. അത് രക്ഷാപ്രവർത്തകരാണേലും മാധ്യമ പ്രവർത്തകരാണേലും സൈന്യമടക്കം ഇത്തരത്തിലൊരു മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് മേഘവിസ്ഫോടനത്തിലൂടെ 1 മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്റർ മഴയിൽ കൂടുതലാണ് ഇവിടെ ലഭിച്ചത്. അതാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെ ഗംഗാ നദിയുടെ ഒരു കൈവഴി ഈ മേഖലയിലേക്ക് ഒഴുകുന്നുണ്ട്. ആ കൈവഴി മുഴുവൻ, അതായത് ആ കൈവഴി മുഴുവനായിട്ട് മറ്റൊരു ദിശയിലേക്ക് വഴിമാറി ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു. നേരത്തെ ചെറിയ ഒരു കൈത്തോടായി ഒഴുകിയിരുന്ന ആ ഒരു കൈവഴി
ഇന്നിപ്പോൾ വലിയ വീതിയിൽ, വലിയ ഒരു കായലിന് സമാനമായ രീതിയിലുള്ള വീതിയിൽ ഒഴുകുകയാണ്. ആ രീതിയിൽ അത്രയും വീതിയിലുണ്ടായിരുന്ന വീടുകളും പ്രദേശങ്ങളും ആകെയാണ് പൂർണ്ണമായും അത് ഇല്ലാതാക്കിയത്, അല്ലെങ്കിൽ ആ ജലബോംബിൽ പൂർണ്ണമായും നശിച്ചത്. ഏതായാലും വലിയ മഴ ഇപ്പോഴും ഇവിടെ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മൊബൈലിലൊക്കെ തന്നെയും ഓരോ മൊബൈൽ കമ്പനികളുടെയും മെസ്സേജ് വരുന്നുണ്ട്, ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യരുത്, സുരക്ഷിതരായിരിക്കണമെന്നുള്ള മെസ്സേജുകൾ പല മൊബൈൽ കമ്പനികളും നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് വാഹന ഗതാഗതം കൃത്യമായി തന്നെ തടയുന്നുണ്ട്. ഈ മേഖലയിലേക്ക് ഇപ്പോൾ മറ്റ് സാധാരണക്കാരെ ആരെയും പ്രവേശിപ്പിക്കാതെ ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നിന്നും കൂടുതൽ വാഹനം കടത്തിവിട്ടാൽ തന്നെയും ഇവിടെ നിന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ മഴയിൽ അത് എത്രമാത്രം ആ മഴ ഇനി ഉത്തരാഖണ്ഡിനെ കൂടുതൽ ദുരിതത്തിൽ ആഴ്ത്തുമെന്നുള്ളത് ഏതായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും നിലവിലെ അവസ്ഥ അതിരൂക്ഷമായി, അല്ലെങ്കിൽ വലിയ കഠിനമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദുരന്തം മാത്രമല്ല, അതായത് ഈ ധാരാലിയിലുണ്ടായ ഒരു ദുരന്തം മാത്രമല്ല, സമാനമായ രീതിയിൽ ചെറിയ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇത്തരം മണ്ണിടിച്ചിലും ദുരന്തങ്ങളും ഉത്തരാഖണ്ഡിൻ്റെ മിക്ക മേഖലകളിലും പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. രാവിലെ ഈ ഉത്തരകാശി മേഖലയിലേക്ക് പത്രവുമായി എത്തിയ വാഹനമാണ് ഈ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചാൽ കാണാൻ കഴിയും. പത്രക്കെട്ടുകളുമായി രാവിലെ ഈ ഉത്തരകാശി മേഖലയിലേക്ക് വന്ന വാഹനമാണ്. ഈ വാഹനവും ഏതാണ്ട് 6-7 മണിക്കൂറായിട്ട് ഇവിടെ ഒരു സ്തംഭനാവസ്ഥയിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതേപോലെ തന്നെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമായി വന്ന വാഹനങ്ങളുണ്ട്, മറ്റ് അവശ്യ സാധനങ്ങളുമായി വന്ന വാഹനങ്ങളുണ്ട്, ആംബുലൻസുകളുണ്ട്. ഇങ്ങനെ പല വാഹനങ്ങളും പല മേഖലകളിലായി ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാഖി. ശരി, നന്ദൻ വളരെ സുരക്ഷിതമായിരിക്കൂ. നമ്മുടെ ക്യാമറമാനോടും അത് തന്നെയാണ് പറയാനുള്ളത്. അവർ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സ്ഥലത്തെത്തിയതാണ്. വലിയ മഴയാണ്.